മധുരം ജീവിത സായാഹ്നം മഹനീയം ഈ സായം സന്ധ്യ ഭയമിനിയും വേണ്ട കണ്ണീരും വേണ്ട കർത്താവാം ദൈവം കരം പിടിക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ സായങ്കാലത്ത് വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന മാതാപിതാക്കളെ ദൈവത്തെ പോലെ കരുതി സ്നേഹിക്കുന്ന നല്ല ഒരു കുടുംബം ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ഇരിങ്ങാലക്കുട രൂപതയിലെ പടിഞ്ഞാറ ചാലക്കുടി നിത്യസഹായ മാതാപ്പള്ളി ഇടവകയിലെ ഒരു കുടുംബമാണ് തരകൻ കുടുംബം. കുഞ്ഞുവറീത് ചേട്ടൻ്റെയും അമ്മിണി ചേച്ചിയുടെയും കുടുംബം. ജീവിത പങ്കാളിയായ കുഞ്ഞുവറീത് ചേട്ടൻ 10 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചെങ്കിലും ഏറെ സന്തോഷവതിയായി ഈ അമ്മിണി അമ്മ മക്കളോട് കൂടെ ആയിരിക്കുന്നു. ഒരു രീതിയിൽ ചിന്തിച്ചാൽ കുടുംബം എങ്ങനെ ദേവാലയമാക്കാം എന്നതിൻ്റെ ഒരു നേർ സാക്ഷ്യമാണ് ഈ കുടുംബം. ദൈവം 7 മക്കളെ നൽകി. ആ 7 മക്കളും വളരെയേറെ കഷ്ടപ്പാടുകളിലൂടെ മാതാപിതാക്കൾ വളർത്തിയെടുത്തതെങ്കിലും അവരൊരു കാര്യം മറന്നില്ല. വിശ്വാസ ജീവിതം പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുന്ന അനുഭവം, സ്നേഹത്തിൻ്റെ, കരുണയുടെ, കൂട്ടായ്മയുടെ, പങ്കുവയ്ക്കലിൻ്റെ, മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിൻ്റെ ഒക്കെ നേർ സാക്ഷ്യമായിരുന്നു ഈ മാതാപിതാക്കൾ. അതുകൊണ്ടെന്താണ് ഇന്ന് മക്കൾ ഈ മാതാപിതാക്കളെ ദൈവത്തെ പോലെ കരുതി സ്നേഹിക്കുന്നു. 2 മക്കൾ സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യുന്നു. പോളച്ചൻ വിൻസെൻഷ്യൻ സഭയിലെ മേരിമാതാ പ്രോവിൻസിൻ്റെ ഫിനാൻസ് കൗൺസിലറായി ഏറെ സ്തുത്യർഹമായ വിലപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സിസ്റ്റർ അർപ്പിത അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഇവർക്ക് 2 പേർക്കും പ്രചോദനവും മാതൃകയും ശക്തിയും ഈ മാതാപിതാക്കന്മാരുടെ മനസ്സലിവും കരുണയും പാവങ്ങളോടുള്ള സഹാനുഭൂതിയുമാണ്. ആ കുടുംബത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് തരകൻ ത്രേസ്യ കുഞ്ഞുവറീതിൻ്റെ ഭവനം. തൃശൂർ ജില്ലയിലെ വെസ്റ്റ് ചാലക്കുടിയിലാണ് ഇവരുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത്. ഔർ മദർ ഓഫ് പെർപ്പിച്വൽ വെസ്റ്റ് ചാലക്കുടിയാണ് ഇവരുടെ ഇടവക ദേവാലയം. ഇതാണ് ത്രേസ്യ കുഞ്ഞുവറീത്. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവിക ആനന്ദം സ്വീകരിച്ച് അത് കുടുംബത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയാണ് ഈ അമ്മ. പ്രിയ സഹോദരങ്ങളെ, ഈ തരകൻ കുടുംബത്തെ ദേവാലയമാക്കിയ ഒരമ്മ, ഈ അമ്മയാണ് നമ്മളോടൊപ്പമുള്ളത്. അമ്മയോട് ഈ കുടുംബത്തിൻ്റെ നന്മ, സവിശേഷത അതൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അമ്മയോട് ചോദിക്കട്ടെ, ഈ സായങ്കാലത്ത് വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയത്ത് ചില്ലറ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒത്തിരി സമാധാന സന്തോഷം ഉണ്ടാകുന്നതിൻ്റെ അനുഭവം, ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയപ്പോഴും നിങ്ങളുടെ വിശ്വാസ ജീവിതം അല്ലേ, പ്രാർത്ഥനാ ജീവിതം, മക്കളെ ചേർത്ത് പിടിച്ച അനുഭവം, അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഈ 7 മക്കളെയും നന്നായിട്ട് നോക്കി അവരോട് നല്ല വർത്തമാനം പറഞ്ഞ് അവർ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്തുകൂടാനും
നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനും യാതൊരു കുഴപ്പം ഇതേവരെ ഉണ്ടായിട്ടില്ല. എല്ലാ മക്കളും നല്ല സ്നേഹത്തോടു കൂടി പെരുമാറി പോന്നു. ഞാൻ അങ്ങനെ തന്നെ മക്കളോട് സ്നേഹത്തോടു കൂടി പെരുമാറി. അവരത് എന്നെ സ്വീകരിച്ചു. യാതൊരു കുഴപ്പമില്ലാണ്ട് ഇന്നേ വരെ ജീവിച്ചു. പ്രിയമുള്ളവരെ, ഇതുതന്നെയാണ് നമുക്കുള്ള ഏറ്റവും വലിയ ഗുണപാഠം. നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കന്മാർ സ്നേഹം ജീവിതം കൊണ്ട് കൊടുത്ത് വളർത്തുമ്പോൾ, അവരുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് മാതാപിതാക്കൾ മക്കളെ വളർത്തുമ്പോൾ, ആ മക്കൾ ഈ മാതാപിതാക്കൾക്ക് പ്രായമാകുമ്പോൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. അത് വാക്കിലല്ല, പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കുന്നതാണ്. അതാണ് ഇന്ന് ഈ അമ്മ നമുക്ക് നൽകുന്ന ഗുണപാഠം. മാതൃസ്നേഹത്തിൻ്റെ വിലയേറിയ മക്കൾക്ക് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറയും. ഞാൻ ഫാദർ പോൾ തരകൻ VC, ഈ കുടുംബത്തിലെ 5ാമത്തെ മകനാണ്. ഇപ്പോൾ ഞാൻ വിൻസെൻഷൻ കോൺഗ്രിഗേഷൻ്റെ മേരിമാത പ്രോവിൻസ് അങ്കമാലി അവിടെ സേവനം ചെയ്യുന്നു. ഈ ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഓർക്കുക. ആദ്യകാലങ്ങളിൽ കാർഷിക വൃത്തിയുമായിട്ടാണ് ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം കുറച്ച് കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം നേതൃത്വം കൊടുത്തത് അപ്പനായിരുന്നു. അപ്പൻ്റെ കഠിനാധ്വാനശീലമാണ് ഞങ്ങൾക്ക് വളരെയധികം പ്രചോദനമായിട്ടുള്ളത്. എല്ലാ മക്കളും വളരെ കഠിനാധ്വാനികളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അപ്പനിൽ നിന്ന് കിട്ടിയ വലിയൊരു ഗുണമായിട്ടാണ് ഞങ്ങളത് കരുതുന്നത്. അതോടൊപ്പം തന്നെ വിശ്വാസകാര്യത്തിലും ഒത്തിരിയേറെ മാതൃക അപ്പനിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇല്ലായ്മയുടെയും പോരായ്മകളുടെയും നടുവിലും വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, ദൈവത്തോട് ചേർന്നിരിക്കുവാൻ അപ്പൻ ഞങ്ങളെ എപ്പോഴും പ്രേരിപ്പിക്കുമായിരുന്നു. അപ്പൻ മരിച്ചിട്ട് ഇപ്പോൾ 10 വർഷം കഴിയുന്നു. അമ്മയാണ് ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കൂട്ടായ്മയുടെ ഒരു കേന്ദ്രബിന്ദു എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അമ്മ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളെല്ലാവരും അമ്മയെയും ചേർത്ത് പിടിക്കുന്നു. അങ്ങനെ നല്ലൊരു കൂട്ടായ്മയിലാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വീട്ടിലെ മൂത്ത മകൻ ദേവസ്കുട്ടി, ഇതെൻ്റെ ഭാര്യ വെറോനിക്ക, ഇതെൻ്റെ ഇളയ മകൾ ജോവന്ന, മൂത്ത മകൻ ജോഷുവ ഞങ്ങളിൽ നിന്ന് വേർപെട്ട് പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞു. രണ്ടാമത്തെ മകൻ ഗൾഫിൽ ജോലി ചെയ്യുന്നു, അവൻ്റെ പേര് ജോയൽ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ കൃഷിയും പറമ്പുമെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ചെറുപ്പത്തിൽ അമ്മയും അപ്പനും വളരെ സന്തോഷത്തോടു കൂടി ജോലി ചെയ്യുകയും രാത്രിയുടെ ആദ്യാമങ്ങളായ 6 മുതൽ 9 മണി വരെയുള്ള സമയങ്ങളിൽ പ്രാർത്ഥനയും ഭക്ഷണവും എല്ലാം കാര്യങ്ങളും ചെയ്തു പോന്നിരുന്നു. അതുപോലെ തന്നെ അമ്മയുടെ നല്ല പ്രാർത്ഥനകളും അമ്മയുടെ നല്ല പ്രവൃത്തികളും ഉപദേശങ്ങളും ഞങ്ങൾക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ അമ്മയോടൊത്ത് ചേർന്ന് ഞങ്ങൾക്ക് കൂടെ വന്ന് കാണാനും അമ്മയുടെ നല്ല നല്ല കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് പങ്കെടുക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഞാനിവിടുത്തെ മൂത്ത മരുമകളാണ്. എൻ്റെ ചെറുപ്പത്തിലെ അപ്പം മരിച്ചെങ്കിലും ഇവിടെ വന്ന് അപ്പൻ്റെ സ്നേഹം കിട്ടിയത് ഇവിടെ വന്നിട്ടാണ്. പിന്നെ ജോലികളിലൊക്കെ സഹായിക്കാൻ അമ്മ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാ കാര്യങ്ങളും ഒത്തൊരുമിച്ച് സ്നേഹത്തോടു കൂടി ഒരുമയോടെ എല്ലാവരുടെ സഹകരണത്തോടു കൂടി ചെയ്യുന്നു. എനിക്ക് അപ്പനെ കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ജീവിതം മുന്നോട്ട് പോയിരുന്നത്. ആ സമയങ്ങളിലൊക്കെ എത്ര വൈകിയായാലും കുടുംബ പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബത്ത് എല്ലാ ദിവസവും ഉണ്ടാവും. പിന്നീട് ഞങ്ങൾ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൊക്കെ വന്നു പോയെങ്കിലും അതിനൊക്കെ അതിജീവിച്ചത് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയും അതുപോലെ തന്നെ ഞങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയൊക്കെയാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് കരകയറി സമൃദ്ധമായ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഇപ്പോൾ നിലനിൽക്കുന്നത്. അമ്മ കൂടെ ആയിരിക്കുമ്പോഴൊക്കെ അമ്മയുടെ ഉപദേശങ്ങളും അതുപോലെ തന്നെ പ്രാർത്ഥനകളും
നല്ല രീതിയിൽ ഞങ്ങൾക്ക് സപ്പോർട്ടാണ്. ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 42 വർഷത്തോളം ഞാൻ പ്രവാസിയായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. എന്നിരുന്നാലും കുടുംബ ബന്ധങ്ങളെ യോജിച്ചു കൊണ്ടുപോകാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പുറത്ത് ഇത്ര കാലം പ്രവാസിയായിട്ട് ജീവിച്ചപ്പോഴും വഴി തെറ്റാതെ പോവാതിരിക്കാനും ഒക്കെ വീട്ടിൽ അമ്മ പ്രാർത്ഥിക്കുകയും വീട്ടിലുള്ളവർ പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഒരു ഫലമായിട്ട് നേരായി നടക്കാനും അവിടെ ആയിരിക്കുമ്പോഴും പള്ളിയോട് ചേർന്ന് നല്ലൊരു ജീസസ് കൂട്ടായ്മ എന്നെ ചേർത്ത് പിടിച്ച് അതിലൂടെയൊക്കെ എനിക്ക് പോകാനായിട്ട് അവരുടെ ടീമുകളിൽ പ്രവർത്തിക്കാനും മിഷൻ ടീമിൽ പ്രവർത്തിക്കാനും ഔട്ട്റീച്ച് മിഷൻ ടീമിലൊക്കെ പ്രവർത്തിക്കാനായിട്ട് എനിക്ക് ഒത്തിരി അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാ മക്കളും കൂടി ഒത്തൊരുമയോടുകൂടി വളരെ സ്നേഹത്തോടു കൂടിയാണ് ജീവിച്ചു പോന്നിരുന്നത്. അതിനൊക്കെ ഉത്തേജനം നൽകിയത് ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയാണ്. ആ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും സ്നേഹം കൊണ്ട് ആണ് ഞങ്ങളും വളർന്നു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ മാസവും ഓരോ മക്കളുടെ വീട്ടിൽ ഒത്തൊരുമിച്ച് കൂടി പ്രാർത്ഥനയും അതുപോലെ സ്നേഹവും പങ്കിടും. ഈ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും പ്രാർത്ഥനയും അതുപോലെ ആത്മീയ കാര്യങ്ങളിലുള്ള ഇടപെടൽ മൂലം ഞാനും മകനും ഇവിടെ പള്ളിയിൽ കാറ്റിസം മതബോധന ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളും ഇവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. ഞാൻ അപ്പൻ്റെ അമ്മയുടെയും മൂന്നാമത്തെ മകളാണ്. പുഷ്പി എന്നു പേരായ സിസ്റ്റർ അർപ്പിത കോൺഗ്രിഗേഷൻ ഓഫ് ദ സിസ്റ്റേഴ്സ് ഓഫ് സെയിൻറ്റ് മാർത്തയിൽ അംഗമാണ്. 26 വർഷമായിട്ട് അട്ടപ്പാടിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പൻ്റെ അമ്മയുടെയും ആത്മീയവും സാമൂഹികമായ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോഴും കഴിയുന്ന വിധത്തിലെല്ലാം ആ ദേശങ്ങളിൽ എനിക്ക് സേവനം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന് ഞാൻ സംതൃപ്തയാണ്. അതുപോലെ തന്നെ അപ്പൻ്റെ അമ്മയുടെ ഓർമ്മ വെക്കുമ്പോൾ അപ്പനെപ്പോഴും ഭിക്ഷക്കാരൊക്കെ വരുമ്പോൾ മേശാമീരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചോദിക്കും എന്തിനാ ഒരു അകത്തിരുത്തി ഭക്ഷണം കൊടുക്കണമെന്നൊക്കെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അന്നത്തെ കാലത്ത് ഞങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷേ പാവങ്ങളോട് ഭയങ്കര കരുണയും സ്നേഹവും അനുകമ്പയും അപ്പനുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഭവനമില്ലാത്തവരെ കുറിച്ച് കാണുമ്പോൾ ആത്മീയ മേഖലകളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ പിന്നെ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവർ അവരൊക്കെ കാണുമ്പോൾ നമുക്ക് അപ്പനമ്മയുടെയും മനസ്സലിവും കരുണയും ഞങ്ങൾക്ക് എല്ലാവരും തന്നെയുണ്ട്. എൻ്റെ പേര് ജോസഫ്, വൈഫ് ജിൻസി ജോസഫ്, മൂത്ത മകൻ ജെഫിൻ ജോസഫ്, രണ്ടാമത്തത് ജെറിൻ ജോസഫ്, മൂന്നാമത്തത് മേരി ജോസഫ്. പിന്നെ അപ്പനെ പറ്റി പറയുകയാണെങ്കിൽ അപ്പൻ്റെ കൂടെ കുറേ നാൾ ഞാനുണ്ടായിരുന്നു. പിന്നെ അപ്പൻ നല്ല വിൽ പവറുള്ള ആളായിരുന്നു. എന്ത് കാര്യങ്ങൾ നടത്താനും നല്ല ചങ്കൂറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ നിന്ന് ഒരു അച്ഛൻ ആവണമെന്നൊരു ആഗ്രഹം പറഞ്ഞിരുന്നു ആരെങ്കിലും. അത് ഒരച്ഛനായി. അതുപോലെ ഒരു കന്യാസ്ത്രീ ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കന്യാസ്ത്രീയായി. പിന്നെ അപ്പൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അധ്വാനശീലനായിരുന്നു, കൃഷിക്കാരനായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അന്ന് കാളവണ്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അപ്പൻ നല്ല അധ്വാനിക്കുകയും ഞങ്ങളെ വളർത്തുകയും മുന്നോട്ട് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ അപ്പനും അമ്മയും ഉള്ള ഈ വീട്ടിലേക്കാണ് ഞാൻ കല്യാണം കഴിച്ച് വന്നത്. ഇതുവരെ ഞങ്ങൾ അമ്മയും മക്കളും എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ജീവിച്ച് വളർന്നു വന്നതും. അമ്മയിൽ നിന്ന് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. എപ്പോഴും പ്രാർത്ഥനയിലാണ് അമ്മ. പള്ളിയിൽ പോകാനായാലും ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാവരും, ചേച്ചിയും അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് പള്ളിയിൽ പോക്കും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഒരു പ്രാർത്ഥനാ കുടുംബത്തിലേക്കാണ് ഞാൻ കയറി വന്നത്. അതിൻ്റേതായ അനുഗ്രഹം എനിക്കുണ്ട്. ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. എൻ്റെ പേര് വിൻസെൻ്റ്, എൻ്റെ ഭാര്യ സീന വിൻസെൻ്റ്, എൻ്റെ മൂത്ത മകൾ ജെവിന തെരേസ്, ഇളയ മകൾ ജുവൽ മരിയ. എൻ്റെ ജീവിതകാലം എന്ന് പറയുമ്പോൾ കാർഷികപരമായുള്ള ജോലികളിലൂടെ വളർന്നു വന്ന ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ കാലഘട്ടം. ഒത്തിരി പ്രയത്നങ്ങളും സഹനങ്ങളും സഹിച്ച് ജീവിച്ചൊരു കുടുംബമായിട്ട് ജീവിച്ചു വന്നതാണ്. അതിൽ ഞങ്ങൾക്ക് കൊപ്രയുടെ, അതായത് ഈ പ്രദേശത്ത് ഒരുവിധം വീട്ടിലെ നാളികേരം എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് അത് കൊപ്രയാക്കി അത് കൊടുക്കുന്നൊരു ഇതായിരുന്നു ആദ്യകാലം മുതൽ. അതിനോടൊപ്പം ഞങ്ങൾക്കുണ്ടായ സ്ഥലത്ത് കൃഷി ഉണ്ടായിരുന്നു. ആ കൃഷി ഇതിലൂടെ ഒത്തൊരുമിച്ച് ജീവിക്കാനായിട്ട് എല്ലാ ദിവസവും അപ്പൻ പറയും പ്രാർത്ഥന എപ്പോഴും ആണ്.
കുടുംബങ്ങൾ ഇപ്പോഴും കൂട്ടായ്മയോടെ ഒരുമിച്ച് നിൽക്കണം എന്ന് പറയാറുണ്ട്. അതിന്നും ഞങ്ങൾ തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതുമാതിരി തന്നെ അമ്മച്ചി എപ്പോഴും പ്രാർത്ഥനയോടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അതിന് മാത്രം സഹനം അമ്മച്ചി സഹിച്ചിട്ടുണ്ട്. സഹിച്ചെന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊരു ഓർമ്മയാണെന്ന് പറയുന്നത്. അതിന് മാത്രം ജോലി ചെയ്തും, അതായത് കാർഷികമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്ത് ഒത്തിരി പ്രയത്നങ്ങൾ ചെയ്തിട്ടുണ്ട്. അമ്മയ്ക്ക് വരെ നിർബന്ധമുള്ളൂ എല്ലാ മക്കളും ഒരുമിച്ച് നല്ല കൂട്ടായ്മയായിട്ട് പോകണമെന്നൊരു നിർബന്ധം ഇപ്പോഴും എന്നും പറയാറുള്ളത്. ഞാൻ ഒരു ചെറിയ കുടുംബത്തിൽ നിന്നാണ് വന്നത്. 3 മക്കളുള്ള കുടുംബത്തിൽ നിന്നാണ് വന്നത്. ഇവിടെ ഇത്രയും മക്കളെ കണ്ടപ്പോൾ ആദ്യമൊക്കെ ഒരു ഭയമായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് എല്ലാവരുമായിട്ട് ഇടപഴകി ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ ഇവിടുത്തെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ നല്ല സ്നേഹത്തിൽ പോണ കുടുംബമാണ്. എല്ലാ ദിവസവും പ്രാർത്ഥനയിലും എല്ലാ കാര്യങ്ങൾക്കായാലും എല്ലാ മക്കളും കൂടി ഒത്തൊരുമിച്ച് എല്ലാ കാര്യങ്ങളും നടത്തി വരുന്നുണ്ട്. എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്കായാലും മക്കളെ വളർത്തുന്നതായാലും അമ്മച്ചിയുടെ പ്രാർത്ഥന വളരെയധികം ഉണ്ടായിരുന്നു. അപ്പച്ചനും അമ്മച്ചിയും നല്ല രീതിയിൽ തന്നെയാണ് ഇത്രയും നാളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവർക്കിടൊക്കെ ഒരു പ്രചോദനമാണ് ഇപ്പോഴും പിള്ളേരുകളെ ഭക്തിയിലും ഒക്കെ കൊണ്ടു നടക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. എൻ്റെ പേര് മേരി. ഞാൻ 7ാമത്തെ മകളാണ്. എൻ്റെ ഭർത്താവ് പോളച്ചൻ, മകൻ പ്രിൻസ്, മകള് ബേബി തെരേസ്. അപ്പനെക്കുറിച്ച് ഓർമ്മകൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ, കട പൂട്ടി വന്നിട്ടാണ് പ്രാർത്ഥനയൊക്കെ എത്തിക്കാറ്. ലേറ്റ് ആയാലും ഞങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കില്ല, മുട്ടുമ്പോൾ നിന്ന് തന്നെ എത്തിക്കണമായിരുന്നു. ആ ഒരു അത് തന്നെ ഞങ്ങൾക്ക് പിന്തുടരാൻ പറ്റിയിട്ടുണ്ട്. ഞാനും അതുപോലെ തന്നെ എല്ലാ മക്കളെയും അതുപോലെ തന്നെ പരിശീലിപ്പിക്കുകയായിരുന്നു. ചെറുതിലെയും പോലെ തന്നെ കൊന്ത ഉപയോഗിക്കാനും അതുപോലെ തന്നെ മുട്ടിൽ നിന്ന് പ്രാർത്ഥന എത്തിക്കാനും ഡെയിലി പള്ളിയിൽ പോകാനും. കുഞ്ഞിലെ തന്നെ 2 മക്കളും ഒരു 2ാം ക്ലാസ് മുതൽ തനിയെ തന്നെ പള്ളിയിൽ പോകാനൊക്കെ ഇവരെയും നമ്മൾ പരിശീലിപ്പിച്ചു. പിന്നെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അമ്മ നേരം വെളുത്ത് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ തന്നെ എല്ലാ നമസ്കാരങ്ങളും ഇരുന്ന് ചെല്ലുന്നത് കേൾക്കാം. അപ്പോൾ അപ്പനും അമ്മയും നൽകിയ ആ ജീവിത രീതികൾ തന്നെയാണ് ഞാൻ എൻ്റെ മക്കൾക്കും പരിശീലിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കുടുംബത്തിലേക്ക് ഞാൻ 2000-ലാണ് വരുന്നത്. ഈ കുടുംബത്തിലെ കൂട്ടായ്മയും അപ്പൻ്റെ അമ്മൻ്റെയും സ്നേഹവും എല്ലാം ഞാൻ കൈപ്പറ്റിയിട്ടുണ്ട്. അമ്മയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വരികയും അവിടെ വന്ന് നല്ല ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരികയും അവിടെ വേണ്ട എന്തെല്ലാം ചെയ്യേണ്ടത് പറഞ്ഞു തരികയും പ്രാർത്ഥനയിലൊക്കെ ഞങ്ങളുടെ കൂടെ ഒന്നിച്ചു നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കൊച്ചുമക്കൾക്ക് എല്ലാമാണ് ഈ അമ്മ. അവരുടെ കൂടെയുള്ള കളിയും ചിരിയുമാണ് ഈ അമ്മയെ കൂടുതൽ സന്തുഷ്ടയാക്കുന്നത്. തരകൻ, കുഞ്ഞുവർ, ഇത് ത്രേസ്യ ദമ്പതികളുടെ പേരക്കുട്ടികളാണ് ഞങ്ങളവിടെ എല്ലാവരും ഇരിക്കുന്നത്. ഞങ്ങളിപ്പോൾ 11 പേരായിരുന്നു. അതിൽ ഒരാൾ ദൈവത്തിൻ്റെ പ്രത്യക്ഷണം സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് പോയി. അവൻ്റെ അനിയൻ ആണ് പിന്നെ ഇവിടെ ഇല്ലാത്ത. ബാക്കി എല്ലാ 9 പേരും ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ ഫാമിലീനെ പറ്റി പറയുമ്പോൾ എന്താ പറയുക, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്താ പറയുക, എൻ്റെ സഹപാഠികൾ പലരും പല പല സ്കില്ലുള്ളവർ, അതായത് ടാലൻ്റ്, അത് പടം വരയ്ക്കുന്നതായാലും അതുപോലെ പാട്ട് പാടുന്നവരായാലും അങ്ങനെ കുറേ സ്കില്ലുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ജനറ്റിക്കലി ആയിട്ട് എനിക്കൊന്നും ഒരു ടാലൻറ്റും ഇല്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതൊരു പക്വതയുടെ ഒരു പ്രായത്തിൽ കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഫിസിക്കലി വിഷ്വലി ആയിട്ടുള്ള ടാലൻറ്റുകൾക്ക് പുറമെ ജനറ്റിക്കലി നമുക്ക് കിട്ടുന്ന കുറേ ആന്തരികമായ മൂല്യങ്ങളുണ്ട്. അത് ഞങ്ങളുടെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അമ്മച്ചീനെ പറ്റി പറയുമ്പോൾ പറഞ്ഞ പോലെ അമ്മച്ചിക്ക് പ്രഷറൊക്കെ ഉണ്ട്. പ്രഷറുള്ള സമയത്ത്, തലകറങ്ങുന്ന സമയത്ത് പോലും ഞായറാഴ്ചകളിൽ എന്താ പറയുക, പള്ളിയിലേക്ക് കൊണ്ടാക്കാനൊക്കെ എൻ്റെ അടുത്ത് വാശി പിടിച്ച് പറയും. എനിക്ക് കാറ്റീസത്തിനായിട്ട് കുറച്ച് ഇതൊക്കെ ഉള്ള കാരണം അതിൻ്റെ ഇടയ്ക്കൊക്കെ വന്ന് എന്താ പറയുക, അമ്മാമനെ എടുത്ത് വണ്ടിയിൽ കൊണ്ടാക്കി വരാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ ഒരു മൂല്യത്തിൽ എന്താ പറയുക, നമ്മൾ ബൈബിളിലൊക്കെ പറയില്ലേ, സ്നേഹമാവുന്ന പാറയമേൽ അടിസ്ഥാനമാക്കി പണിത ഈ ഭവനം ഇന്നും ഇതുപോലെ കാറ്റൂതി പ്രളയം വന്നിട്ടും ഒത്തിണക്കത്തോടെ നിൽക്കുന്നത് കാണുന്നത് സ്വർഗത്തിലിരിക്കുന്ന ഞങ്ങളുടെ അപ്പാപ്പനും ഇവിടെ ഇരിക്കുന്ന അമ്മാമ്മയുമാണ്. അവർക്കതിലിന്നും സന്തോഷിക്കാം. കുഞ്ഞുവറിയത് ത്രേസ്യ ദമ്പതികളിലെ ഏറ്റവും ഇളയ മകളായ മേരിയുടെ മൂത്ത മകനാണ് ഞാൻ.
എൻ്റെ ഇവിടുത്തെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ വെക്കേഷൻ ടൈമുകളിലാണ് ഞാൻ കൂടുതലും ഇവിടെ വന്ന് നിൽക്കാറുള്ളതും ഇവിടെ കൂട്ടുകാരോടൊപ്പം കളിക്കാനും അമ്മാമ്മയോടൊപ്പം അപ്പാപ്പൻ്റെ ഒപ്പം ഇവിടുത്തെ ആൻറ്റിമാരോടും അങ്കിൾമാരോടൊപ്പം ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അന്നത്തെ ഒരു ഓർമ്മകളെന്ന് പറയുമ്പോൾ അപ്പാപ്പൻ്റെ കൂടെ കടയിൽ സഹായിക്കാൻ പോകാറുണ്ട്. എൻ്റെ പേര് ബേബി തെരേസ്. ഞാൻ ഇപ്പം BCom പഠിക്കണു. അമ്മാമ്മയായിട്ടുള്ള ഓർമ്മ എന്ന് വെച്ചാൽ അമ്മാമ്മയ്ക്ക് മുടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് കുറേ മുടി ഉണ്ടായിരുന്നു. അത് മുടി വെട്ടാനോ ഒന്നും സമ്മതിക്കില്ല. കാരണം ഇന്ന് വന്നാൽ ആദ്യം നോക്കണത് എൻ്റെ മുടി വെട്ടിയോ നീളം വന്നോ, എൻ്റെ മുടിയെക്കുറിച്ചായിരിക്കും ആദ്യം അമ്മാമ്മ ചോദിക്കുക. പിന്നെ ഇപ്പം പരീക്ഷയൊക്കെ വരുമ്പോൾ എല്ലാ ദിവസം അമ്മാമ്മേനെ കാലത്ത് തന്നെ വിളിക്കും. അമ്മ പരീക്ഷയാണ്, പ്രാർത്ഥിക്കണം. അപ്പം അമ്മ പറയും പ്രാർത്ഥിക്കാം. പരീക്ഷ തുടങ്ങി കഴിയണവരെ കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കും. അമ്മ പരീക്ഷ കഴിഞ്ഞു, കുഴപ്പമുണ്ടായില്ല, എളുപ്പമായിരുന്നു എന്നൊക്കെ പറയും. അപ്പം അമ്മ അത്രയും നേരം പരീക്ഷയുടെ സമയത്തൊക്കെ അമ്മാമ്മ കൊന്ത ചെല്ലും, മെഴുതിയിൽ കൊന്തൊക്കെ ചെല്ലും. ഞാൻ ജെഫീൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ പഠിക്കുകയാണ് BPharm. അപ്പോൾ അപ്പാപ്പനും അമ്മാമ്മയെന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പത്തിൽ ഒരു 5ാം ക്ലാസ്സൊക്കെ 1 തൊട്ട് 5 വരെ അപ്പാപ്പൻ ഉഷാറായിരുന്നു. അപ്പോൾ അപ്പാപ്പൻ എപ്പോഴും കടയിൽ പോയി തിരിച്ചു വരുമ്പോൾ ആ വഴിയിലവിടെ നിൽക്കും. അപ്പോൾ ഇങ്ങനെ പതുക്കെ നടന്നു വരാം. അപ്പോൾ വഴി വന്നിട്ട് എന്നെ ജെപ്പിനെന്ന് വിളിക്കും. അപ്പോൾ ഞാൻ ഓടി വരും. എന്നിട്ട് അപ്പാപ്പൻ ഇങ്ങനെ ഒരു മിഠായിയൊക്കെ തരും. എന്നിട്ട് ഞാൻ അപ്പാപ്പനൊപ്പം തറവാട് വരെ നടക്കും. എന്നിട്ട് ഇവിടെ ജിതിഞ്ഞാണ്ട് ഉണ്ടാവും. അപ്പോൾ ഞാനും ജിതിഞ്ഞാണ്ട് അപ്പാപ്പൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് ചെറുതാണ്. അപ്പോൾ അപ്പാപ്പനൊക്കെ ഞങ്ങളൊക്കെ വലിയ കാര്യമായിരുന്നു എല്ലാവരും. എപ്പോഴും പ്രിൻസ് ആയാലും അവിടെ ആരൊക്കെ വന്നാലും ഞങ്ങൾ പേരക്കുട്ടികളുടെ അടുത്ത് അപ്പാപ്പന് സ്വന്തം മക്കളുടെ പോലെ തന്നെയായിരുന്നു, വലിയ കാര്യമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു അമ്മാമ്മയും. ഇപ്പം വല്ല പരീക്ഷ വന്നാലും എന്ത് വന്നാലും അമ്മാമ്മ അപ്പം ഇവിടെ ഒരു മെഴുതിരി കത്തിച്ച് അമ്മാമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ അമ്മാമ്മ ചോദിക്കും എങ്ങനെയുണ്ടെന്ന്. എൻ്റെ പേര് മേരി ജോസഫ്. ഞാൻ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. അമ്മാമ്മ എൻ്റെ കൂടെ കളിക്കാറുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അമ്മാമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അമ്മാമ്മ എന്നെ പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിക്കാറുണ്ട്. അമ്മാമ്മ എൻ്റെ വീട്ടിലേക്ക് വരാറുണ്ട്. എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മാമ്മയുടെ കൂടെ ഞാൻ കളിക്കാറുണ്ട്. പടിഞ്ഞാറെ ചാലക്കുടി നിത്യസഹായ മാതാ പള്ളി ഇടവകയിലെ വികാരിയച്ഛൻ ഫാദർ ജോൺ തെക്കേത്തല ഇടവക സമൂഹത്തിൻ്റെ നാഥനും ഇടയനുമാണ്. എല്ലാ മക്കളെയും വ്യക്തിപരമായി അറിയുന്ന അച്ഛൻ ഈ തരകൻ കുടുംബത്തിൻ്റെ നന്മകളിലേക്ക് പോകുന്നത് നമുക്ക് കേൾക്കാം. കുഞ്ഞുമറിയത് ത്രേസ്യാമ ദമ്പതികളിൽ അവരുടെ 7 മക്കളിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത, ഈ കുടുംബത്തിൽ അവർ ഈ മാതാപിതാക്കളോടൊത്ത് അവർ വളരെയധികം സമയം ചെലവഴിക്കാനായിട്ട് അവർ തയ്യാറാവുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടവക തലത്തിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ വളരെയധികം ശ്ലാഘനീയമാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ മക്കളും മരുമക്കളൊക്കെ കൊച്ചുമക്കളൊക്കെ അവരുടെ ആ വിശ്വാസ ജീവിതം ഈ ഇടവയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത് വളരെ മാതൃകാപരമാണ് എന്ന് പറയുവാനായിട്ട് എനിക്ക് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കുടുംബങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ വേണ്ടത്. ക്രിസ്തുവിനെ പ്രഘോഷിക്കുക, അത് തങ്ങളുടെ ജീവിത മാതൃകയിലൂടെ ആ കുടുംബത്തിന് മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കണ്ടെത്തുവാനായിട്ട് ഇടവരുത്തുന്ന ആ വിധത്തിൽ അതിന് ദൈവം ഇനിയും അവരെ അനുഗ്രഹിക്കട്ടെ. ഇടവകയോട് ചേർന്ന് നിന്നുള്ള വിശ്വാസ ജീവിതമാണ് ഇവരെ അനുഗ്രഹിതരാകുന്നത്. തന്ത്രികൾ മീട്ടും സംഗീതം കുടുംബം ഒരു മനോഹര ഗാനം. കുടുംബത്തിലെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയും തീന്മേശയിലെ പങ്കുവയ്പ്പും എല്ലാം ഈ കുടുംബത്തിലെ ഐക്യം. കുടുംബം ഒരു മനോഹര ഗാനം. ഇതാണ് തരകൻ കുടുംബം സമൂഹത്തിനും ക്രൈസ്തവ കുടുംബങ്ങൾക്കും നൽകുന്ന മാതൃക. ശ്രുതി ചേർന്ന തന്ത്രികൾ മീട്ടും സംഗീതം. ഇന്നത്തെ തലമുറ കേട്ടിരിക്കേണ്ട ഒരു നല്ല സന്ദേശം,
സീറോ മലബാർ സഭയുടെ കൂരിയ മെത്രാൻ അഭിവന്യ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവ് നൽകുന്നത് ഇപ്പോൾ നമുക്ക് കേൾക്കാം. കുറച്ചുനാൾ മുമ്പ് ഞാനൊരു ഇടവക ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗത്തിൽ പ്രവാസികളായി ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ വിശ്വാസ തീവ്രതയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. നമ്മുടെ മക്കൾ കേരളത്തിൽ നിന്ന് പ്രവാസികളായിട്ട് എവിടെ പോയാലും, കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് വെളിയിലോ എവിടെ പോയാലും അവിടെയെല്ലാം ഈ നാട്ടിൽ നിന്ന് കിട്ടിയ, വീട്ടിൽ നിന്ന് കിട്ടിയ മൂല്യങ്ങൾ കൊണ്ടുപോയി നല്ല വിശ്വാസ ജീവിതം, പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായൊരു വിശ്വാസ ജീവിതം നയിക്കുന്ന ആളുകളാണ് എന്നുള്ള വസ്തുത അടിവരയിട്ട് ഞാൻ സംസാരിച്ചു. എൻ്റെ പ്രസംഗം കഴിഞ്ഞ് പ്രസംഗിക്കാനായിട്ട് വന്ന ഇടവക വികാരിച്ചൻ പറഞ്ഞു, പിതാവ് പ്രസംഗത്തിൽ സൂചിപ്പിച്ച കാര്യം ശരിയാണെങ്കിലും അതോടൊപ്പം വിസ്മരിക്കപ്പെടുന്ന മറ്റൊരു മേഖലയിലോടുകൂടി ഞാൻ ശ്രദ്ധ ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നൊരു വസ്തുത, ആ ഇടവകയിലെ അനേകം വീടുകളിൽ മാതാപിതാക്കൾ ഒറ്റയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ്. പല സാഹചര്യങ്ങൾ കൊണ്ടാവാം മക്കൾ പഠിക്കാനായിട്ടും ജോലിക്കായിട്ടും അവരങ്ങനെ പോകുന്നത് കൊണ്ട് അതിൽ മാതാപിതാക്കൾക്കും വിഷമം ഉണ്ടാവുകയില്ല. എങ്കിലും ഈ പഠനത്തിൻ്റെയും ജോലിയുടെയും വ്യഗ്രതകൾക്കിടയിലും മാതാപിതാക്കൾ അവരുടെ ജീവിത സായാഹ്നം ഒരു ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അനുഭവിക്കുന്നത് എന്ന് വരാതിരിക്കാനായിട്ടുള്ള സവിശേഷമായൊരു ശ്രദ്ധ മക്കൾ പുലർത്തേണ്ടതാണ്. ദൈവം നിങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. മക്കളെ സ്നേഹപൂർവ്വം വളർത്തിയ മാതാപിതാക്കളെയും മാതാപിതാക്കളെ താല്പര്യപൂർവ്വം ശുശ്രൂഷിക്കുന്ന മക്കളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തുതി. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെ പോലെ മാതാപിതാക്കളെ കരുതുന്ന ഒരു കാലം പണ്ടുണ്ടായിരുന്നു. എന്നാൽ അതിന്ന് അപ്രത്യക്ഷമായ ഈ കാലഘട്ടങ്ങളിൽ ഇതുപോലൊരു കുടുംബം വ്യത്യസ്തമായി വേറിട്ട് നിൽക്കുന്ന അനുഭവമാണ്. മക്കളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന അമ്മ. അതെന്തുകൊണ്ടാണ്? ഈ അമ്മ അപ്പനും മക്കളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചതിൻ്റെ അനുഭവം. ഈ പിതാവും മാതാവും ഈ മക്കൾക്ക് കൊടുത്തത് വെറും വാക്കാലുള്ള സ്നേഹമല്ലായിരുന്നു. സ്നേഹം എന്താണെന്ന് സ്വജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. 23 പേരടങ്ങുന്ന വലിയ കുടുംബത്തിൻ്റെ ഈ അമ്മയ്ക്ക് ഗുഡ്നസ് TV-യുടെ ഒരു സ്നേഹ സമ്മാനം ഒത്തിരി സന്തോഷത്തോടെ നൽകുന്നു. ഇതോടുകൂടി മധുരം ജീവിത സായാഹ്നം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച ദൈവം ഇറങ്ങി വസിക്കുന്ന ഒരു നല്ല കുടുംബത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ഈ കുടുംബത്തിലെ പുതിയ തലമുറയിലെ മക്കൾക്ക് പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സ്നേഹവചനമുണ്ട്. പ്രഭാഷകൻ 3-ാം അധ്യായം 6-ാം വാക്യം. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തൻ്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. മധുരം ജീവിത സായാഹ്നം എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ ഇതുപോലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന മാതൃകാ കുടുംബങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഫാദർ സെബാസ്റ്റ്യൻ നെടിയാനി VC, ഫോൺ 9847719190. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഫോൺ 8111848719.